ഫാദർ സബിൻ തൂമുള്ളിൽ നേരത്തെ ഡോക്ടർ അബ്ദുള്ള ബാസിൽ സൂചിപ്പിച്ചതുപോലെ ബാങ്ക് വിളി അല്ലെങ്കിൽ പള്ളിയിലെ മണിയുടെയൊക്കെ സമയം അറിയിക്കാൻ വേണ്ടി, ആരാധനയുടെ അല്ലെങ്കിൽ നമസ്കാരത്തിൻ്റെയൊക്കെ സമയം അറിയിക്കാൻ വേണ്ടിയായിരുന്നു ഇത്തരത്തിലുള്ള രീതികൾ, ഇത്തരത്തിലുള്ള ആചാരങ്ങൾ പിന്തുടർന്ന് വന്നിരുന്നത്. പക്ഷെ ഇന്ന് സാഹചര്യങ്ങൾ മാറി. എല്ലാവർക്കും വാച്ച് ഉണ്ട്, അല്ലെങ്കിൽ സമയം അറിയാനുള്ള മറ്റു പല സംവിധാനങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ ഇത് ഉപയോഗിക്കാത്ത ആരുമില്ല. സമയം അറിയാൻ എത്രയോ സാങ്കേതിക സംവിധാനങ്ങളുള്ളൊരു കാലഘട്ടത്തിൽ ഇപ്പോഴും ആ പഴയ രീതിയിലുള്ള ആചാരങ്ങൾ തുടരേണ്ടതുണ്ട്. നമുക്കറിയാം, ലോകത്തിപ്പോൾ ഈ ക്രൈസ്തവ സഭകൾ ഏറ്റവും അധികം വ്യാപിച്ചു കിടക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലും അല്ലെങ്കിൽ അമേരിക്ക ഉൾപ്പെടുന്ന രാജ്യങ്ങളിലുമാണ്. അവിടെയൊക്കെ എത്രയോ സമാധാനത്തോടു കൂടിയാണ് ഈ പള്ളികളിലേക്ക് സാഹചര്യങ്ങൾ പോകുന്നത്. പക്ഷെ നമ്മൾ മലയാളികൾ ഈ അടുത്തിടെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറി അവിടെ ഈ തിരുനാളുകൾ നടത്തുന്നു, വാദ്യമേളങ്ങൾ, മറ്റ് അവിടുത്തെ ഇംഗ്ലീഷുകാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അവർ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതൊരു മലയാളിയുടെ ശീലത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യക്കാരന്റെ തുടർന്ന് വന്നിരുന്ന, അല്ലെങ്കിൽ എനിക്കൊരു അവകാശമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഈ സ്വാതന്ത്ര്യം അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്നു എന്ന് പോലും ചിന്തിക്കാതെ നമ്മൾ ഇപ്പോഴും പഴയ രീതിയിലുള്ള ആ നടപടികൾ, ആ രീതികൾ തുടരുന്നത് അത് മറ്റുള്ള വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു മാത്രമല്ല, മറ്റുള്ളവർക്ക് അത് അസഹിഷ്ണുത ഉണ്ടാക്കുന്നുമുണ്ട്. സ്വാഭാവികം അതിനൊക്കെ ഒരു മാറ്റം അനിവാര്യമല്ലേ, ആവശ്യമല്ലേ? ശ്രീ ടോം, ഇതിന്റെ അകത്ത് ഞാനിതിനെ ഒരിക്കലും ഒരു മതപരമായിട്ടുള്ള വിഷയമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എല്ലാ കാര്യത്തെയും മതപരമായിട്ട് മാത്രം കണ്ട് ഒരു വൈരം സൃഷ്ടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്കുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, എന്റെയൊക്കെ ചെറുപ്പത്തിലെ വീട്ടില് രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാൻ നേരത്ത് അമ്പലത്തിൽ നിന്ന് കൗസല്യ സുപ്രജ രാമപൂർവ എന്ന് പറഞ്ഞിട്ടുള്ള ആ ശ്ലോകമുണ്ട്. തൊട്ടടുത്ത് ബാങ്ക് വിളി കേൾക്കാം, പള്ളിയിൽ നിന്ന് മണിയടിക്കുന്നത് കേൾക്കാം. ഇതൊന്നും ഒരു വിഷയമല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എന്തൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴും മതപരമായിട്ടുള്ള ഒരു വിഷയം വരുമ്പോൾ അത് വൈരത്തിന് കാരണമായിട്ട് തീരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. എന്റെ മതം മാത്രമാണ് ശരി, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, മറ്റുള്ളവർ തെറ്റാണ്, അതല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഉള്ള പ്രഭാഷണങ്ങൾ, പുസ്തകങ്ങൾ, ഇങ്ങനെയൊക്കെ ഒത്തിരിയേറെ തരത്തിൽ ഈ നാട്ടിൽ ഒരു വൈരം സൃഷ്ടിക്കാൻ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കപ്പെടുന്ന സാഹചര്യം വലിയ രീതിയിൽ രൂക്ഷമായിട്ടെന്ന് നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എനിക്ക് കിട്ടുന്ന അവകാശം തന്നെ മറ്റുള്ളവർക്കും കിട്ടണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന ഒരു അവകാശം എനിക്ക് കിട്ടാതെ വരുന്നുണ്ടോ? ഇത് പലപ്പോഴും നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമായിട്ട് തീരും, അല്ലെങ്കിൽ ചൊടിപ്പിക്കുന്ന ഒരു വിഷയമായിട്ട് തീരും. ഇക്വാലിറ്റി ബിഫോർ ലോ, അത് ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്ന ഒരു കാര്യമാണ്. എന്താണ് ഇക്വാലിറ്റി ബിഫോർ ലോ? എല്ലാവർക്കും നിയമത്തിന്റെ മുൻപിൽ തുല്യമായിട്ടുള്ള പരിഗണന. നേരത്തെ ടോം സൂചിപ്പിച്ചു പള്ളിമണി അടിക്കുന്നതുമായി ബന്ധപ്പെട്ട്. എന്തിനാണ് ഈ പള്ളിമണി അടിക്കുന്നത്? അത് പൊതുവെ അങ്ങനെ മറ്റു മതവിഭാഗങ്ങൾക്ക് അറിയത്തില്ലാത്ത ഒരു കാര്യമുണ്ട്. പള്ളിമണി അടിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ എന്താണ് ചെയ്യുക? ത്രികാല ജപം ചൊല്ലി പ്രാർത്ഥിക്കും. കർത്താവിന്റെ മാലാഖ എന്ന പ്രാർത്ഥന, അതല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിനെ ആഞ്ചലൂസ് എന്ന് പറയും. അത് രാവിലെ പ്രഭാതത്തിൽ നേരത്തെ ഒരു 5:30 കൂടി, അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഒരു 12:30, വൈകുന്നേരം ഒരു 6:30, 6:45 സമയത്ത് നമുക്ക് എല്ലാ പള്ളികളിൽ നിന്നും ഈ പള്ളിമണി അടിക്കുന്നത് നമുക്ക് കേൾക്കാം. സൗകര്യമുള്ള പള്ളികളിൽ ഇപ്പോ പള്ളിമണികളുണ്ട്, അതല്ലാത്ത സ്ഥലങ്ങളിൽ അതില്ല. ഇപ്പോൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം, വീടുകളിൽ ക്രൈസ്തവർക്കറിയാം, പ്രത്യേകിച്ച് കത്തോലിക്കർക്കൊക്കെ അറിയാം, ഇന്ന സമയങ്ങളിൽ ഈ ത്രികാല ജപം ചൊല്ലേണ്ടതുണ്ട്. അത് എല്ലാവരും വീടുകളിലോ അല്ല ആയിരിക്കുന്ന സ്ഥലങ്ങളിലോ ഒക്കെ സ്വന്തമായിട്ട് വ്യക്തിപരമായിട്ട് ചൊല്ലുന്നു. അത് ഒരു വിശ്വാസത്തിന്റെ ഒരു പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു അല്ല അല്പവും കൂടി ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു പൊതുസമൂഹത്തിലേക്ക് എടുത്തിടുമ്പോൾ അതൊരു പക്ഷേ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അത് ചോദ്യം ചെയ്യപ്പെടലിന് വിധേയമാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ 93-ലാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അമ്പലങ്ങളിലും അതുപോലെ തന്നെ പിന്നെ പള്ളികളിലും ഈ ഉച്ചഭാഷിണി പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ മസ്ജിദുകളിൽ അത് പറ്റും എന്ന തരത്തിലുള്ള ഒരു ഓർഡർ ഗവൺമെന്റിൻ്റെതായിട്ട് വന്നതായിട്ട് പറഞ്ഞു കേട്ടത്. അപ്പോ ഇത് ഇവിടെ സ്വാഭാവികമായിട്ടും മറ്റു മതത്തിലുള്ള വിശ്വാസികൾക്ക് ന്യായമായിട്ടും ചോദിക്കാം, ആർ വി ട്രീറ്റഡ് ഈക്വലി ബിഫോർ ദ ലോ? നിയമത്തിന് മുൻപിൽ ഒരു തുല്യമായിട്ടുള്ള പരിഗണന ലഭിച്ചിട്ടുണ്ടോ? ആ ചോദ്യം അവിടെ നിൽക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് തോന്നി, മതപരമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് സുപ്രീം കോടതികൾ ഒരു കാര്യത്തിന് തീരുമാനം എടുക്കുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യം, അതൊരു റിലീജിയന്റെ എസെൻഷ്യൽ പ്രാക്ടീസിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണോ? ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് 6-7 ഹൈക്കോടതികളുടെ, വിവിധ സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികളുടെ വിധികൾ
സുപ്രീം കോടതിയുടെ വിധികളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കും, മൈക്കില്ലാതിരുന്ന കാലത്ത് എങ്ങനെയാണ് ഈ എല്ലാ മതവിഭാഗങ്ങളും അവരുടെ ഈ പ്രാർത്ഥന കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തിയത്. പണ്ട് കാലത്ത് പള്ളികളിൽ മണിയടിക്കുമായിരുന്നു, അമ്പലങ്ങളിൽ അതെങ്ങനെയായിരുന്നു. ഇപ്പൊ നാമം ജപിക്കുക, വൈകുന്നേരം 6 മണിക്ക് നാമം ജപിക്കുന്നു. അതെങ്ങനെയാണ് അമ്പലത്തിൽ ഹൈന്ദവ സമൂഹം അത് ചെയ്യുക, അല്ലെങ്കിൽ ഇസ്ലാം മതസ്ഥർ അത് എങ്ങനെയായിരുന്നു പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്? പിന്നെ എന്താണ് അതിന് മാറ്റമുണ്ടായത്? ആ മാറ്റമുണ്ടായി അത് പിന്നീട് മറ്റുള്ളവർക്ക് ഈ ശബ്ദ മലിനീകരണം ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുന്ന സാഹചര്യങ്ങളോട് വ്യത്യസ്ത മതങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ച് ഈ ശബ്ദ മലിനീകരണ നിയന്ത്രണത്തോട് സഹകരിക്കാനായിട്ട് തയ്യാറായത്? ഇതൊക്കെ നമ്മളൊന്ന് പഠന വിഷയമാക്കേണ്ട ഒരു കാര്യമാണ്. ഇതിന്റെ അകത്തൊന്നും ഒരു റിലീജിയസ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു എലമെന്റിനെ അത് ദോഷകരമായിട്ട് ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണോ? ഉദാഹരണത്തിന് ബാങ്ക് വിളി സമയം അറിയിക്കണം, അത് മൈക്കിലൂടെ തന്നെ അറിയിക്കണമോ, അതോ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനായിട്ട് കഴിയുമോ? 5 നേരം നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ക്രൈസ്തവര് 3 നേരം ത്രികാല ജപം ചൊല്ലുന്നു, നാമജപം ഉരുവിടുന്നു ഹൈന്ദവര്. ഇതിനെയൊക്കെ ഒരല്പവും കൂടി ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ ചെയ്തുകൂടെ? നമുക്ക് പിന്നെ ആപ്ലിക്കേഷനുകൾ, നമുക്ക് ആപ്പുകൾ ഉപയോഗിക്കാം, കൃത്യസമയത്ത് അലാറം ഒരു വിശ്വാസിക്ക് അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ ആവശ്യമുണ്ടോ എന്നൊരു സംശയമുണ്ട്. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.